വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ട്രക്കിംഗ് സ്പോട്ടായ കൊണ്ട്രങ്ങി ഹിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിനപ്പോൾ നമ്മൾ രാത്രി 8:30 തിരുവനന്തപുരത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഓടനചത്രം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്, ഡിണ്ടികൾക്ക്. അപ്പം ഇവിടുന്ന് കീരന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു വില്ലേജ് ആണ്, അങ്ങോട്ട് ബസ് കിട്ടും. അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, നമുക്ക് അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മലയുടെ അടിവാരത്തെത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ആംബിയൻസ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ മലയാണ് നമുക്ക് കയറാനുള്ളത്. ഞാനൊരു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ട കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴിയാണ് കയറി പോകുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ചെല്ലാൻ പറ്റും. ഇതുവഴിയാണ് കയറി പോകുന്നത്. ഇതാണ് താഴത്തെ വഴി. ഇവിടം വരെ എപ്പോഴും ബസ്സുള്ള ഏരിയ ആണ്. ഞാൻ ബസ്സിലാണ് വന്നത് സിറ്റിയിൽ നിന്ന്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ താഴെ ഇതൊക്കെയുണ്ട്. 2 മണി. ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ്. അത്യാവശ്യം മോഡറേറ്റ് ടു ഹാർഡ് ട്രക്കിംഗ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളും കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഒന്നും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ഏകദേശം 3825 അടി ഉയരത്തിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. ഏകദേശം 3825 അടി. അതിനേക്കാളും വലിയ ഒരു ഹൈറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പോയിൻറ്റിൽ അറൗണ്ട് 80 to 90 ഡിഗ്രി ട്രക്കുണ്ട്. അതപ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. നമ്മളത്ര ഹാർഡ് ട്രക്കും ചെയ്തിട്ടുമില്ല. സോ നമുക്ക് നോക്കാം. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇവിടെ എങ്ങനെ എത്തിച്ചേരാന്നുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ്, അത് ഒടച്ചത്രം എന്ന് പറഞ്ഞിടത്തു നിന്ന് ഡീവിയേഷൻ എടുത്താൽ മതി. ഇല്ല, ഞാൻ വന്നത് ട്രെയിനിലാണ്. കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് നമ്മുടെ അമൃത എക്സ്പ്രസ് ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 ട്രിവാൻഡ്രത്തും എടുക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ ഒടച്ചത്രത്ത് ഏകദേശം ഒരു 7-7:50 എത്തും. അവിടുന്ന് തന്നെ ഡയറക്റ്റ് ബസ് കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ അയക്കുക. ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തും. 17 രൂപ ടിക്കറ്റേ ഉള്ളൂ ഇവിടെ വരെ. ഇപ്പോൾ തന്നെ നോക്ക്, നിങ്ങളതിൻ്റെ വ്യൂ നോക്കി നമുക്ക്.
നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ആകും നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള 10 മിനിറ്റോളം വ്യൂ നോക്കി ഭയങ്കര രസമാണ്. ഈ പോകുന്ന വഴിയായാലും ഭയങ്കര രസം നോക്കി. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രെച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്ട്രെച്ച് ഒന്നുമില്ല, നമുക്ക് പോകാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഭയങ്കര അഡ്വഞ്ചറസായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഒരു സെക്കൻഡ് കുറച്ച് അടുത്തോട്ട് മാറിയിരിക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് അവിടെ കാണുമെന്ന് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്യാൻ നോക്കാം. ഒരു വെള്ള വഴിയുണ്ടോ, അതുകൂടി ടോപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നത് ഇതുവഴിയാണ്. നമുക്ക് കയറാനുള്ള മലയാണത്. നമ്മളിപ്പോൾ ഇത്രയും സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഒരു ഫസ്റ്റ് ലെവലിന് വേണേൽ പറഞ്ഞിട്ട് പകുതി കയറി കാണും. നമ്മൾ അടുത്ത സ്ട്രെച്ച് കയറിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ സ്റ്റീപ്പാണിത്. ഇവിടെ നമുക്ക് പിടിച്ചു പോകാൻ വേണ്ടി ഒരു കമ്പി വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഹൈറ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ ആരും വരില്ല. നമ്മളിവിടെ കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ വരുമ്പോൾ എന്തായാലും കുരങ്ങന്മാരുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. നമ്മളപ്പോൾ അങ്ങനെ ഒരു പകുതിയോളം കയറിയുണ്ട്. അതിൻ്റെ വ്യൂ നിങ്ങൾ നോക്കിയോ, കണ്ട ഇങ്ങനത്തെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നിന്നാണ് വെയിൽ വരുന്നത്. ബട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ണുകൊണ്ട് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ടോപ്പിൽ ആൾക്കാർ നിൽപ്പുണ്ട്. ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ. കാണുമല്ലോ, അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അതുവഴി നമുക്ക് പോകേണ്ടത്. ഓക്കെ, യെസ്, ഞങ്ങളുടെ ഇപ്പോൾ യാത്ര പിന്നെയും തുടരുകയാണ്. ഓരോ അപ്ഡേറ്റ്സ് എന്തായാലും വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ഇവിടത്തേക്കൊരു ഇൻക്ലിനേഷൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഇൻക്ലിനേഷൻ ഉണ്ട്. ഞാൻ കാണുമ്പോൾ എത്രത്തോളം അറിയില്ല. ബട്ട് നമ്മളിങ്ങനെ ഒരു 60-70 ഇംഗ്ലീഷ് ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും അവർ കയറി വരുന്നുണ്ടോ, ഇങ്ങനെ കയറി ഇവിടെ ഒരു കൈവരുണ്ട്. അതേയുള്ളൂ നമ്മുടെ സപ്പോർട്ട് ഒരു മണ്ടയ്ക്കോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 60 ഡിഗ്രിയാണ് ഇവിടെ ഇൻക്ലിനേഷൻ. മണ്ടയ്ക്കോട്ട് ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഇൻക്ലിനേഷൻ കണ്ടോ. പക്ഷെ വ്യൂ രക്ഷയില്ലാതെ വ്യൂ ആണ്. ഒരു ഏരിയ വന്നപ്പോൾ നാണ്ട് ഇതുപോലത്തെ കാട് പിടിച്ച ഏരിയ, ലൈക്ക് ഫുൾ ഒരു കണ്ടോ ഇത് കാട് ഏരിയ പോലെ. പക്ഷെ നമ്മൾ നല്ല മണ്ടക്കോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തുള്ളൊരു സൈഡിൽ വന്നപ്പോൾ നമുക്കിങ്ങനൊരു ഈ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ നല്ല രസം, നല്ല സ്ലോപ്പായിട്ടുള്ള ഏരിയയാണ്. സൂക്ഷിച്ച് വരിക എന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കുള്ളൊരു പൊസിഷനാണ് ബ്രോ, ഇടയ്ക്കുള്ളൊരു സെക്ഷനാണ്. അത്യാവശ്യം ആ ഒരു ഏരിയയിൽ ഒരു 60 to 80 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ എന്തായാലും എടുത്ത് കാണിക്കാവുന്നതാണ്. നമ്മളിവിടെ എത്തിയുള്ളൂണ്ട്. ഇനി ഉണ്ടല്ലോ അത്രയും കൂടെ ഒരു 50% കഴിഞ്ഞുണ്ടായി. ഇവിടെ നിന്നുള്ള വ്യൂ പക്ഷേ അടിപൊളിയാണ്. നമ്മൾ വന്ന വഴി ഞാനൊന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കയറിയപ്പോൾ കണ്ട മറ്റേ ഗേറ്റ് വളർച്ചയ്ക്കകത്തുള്ള വഴി പോലെ അങ്ങൂന്ന് ആ താഴെ കാണുന്ന സ്ട്രക്ചറിൽ നമ്മൾ നടന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പിലായി. ഇനി നമുക്ക് ഇത്രയും കൂടെ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. തിരിച്ചു പോകുന്ന കാര്യം ഉൾപ്പെടെ. ലൈക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോ കാണും. എങ്ങനെ വരാം, എത്ര രൂപയാവും, റേറ്റും എല്ലാം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ വ്യൂ. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ കണ്ടു.
പിന്നെ നിങ്ങളൊരു കാര്യം സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം, ഇതിപ്പോൾ ഒരു നവംബർ മാസമാണ്. നവംബർ മാസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം 10 മണിയാവാൻ 20 മിനിറ്റ് 9:40 ആയിട്ടും വെയിലടിച്ചിട്ടില്ല ഇതുവരെ. ഒരു സമ്മർ ടൈം ആണെങ്കിൽ ഇങ്ങോട്ട് ഈ ടൈമിലൊക്കെ കയറുക കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഡിസംബർ നവംബർ മാസങ്ങളിലാണ്, അപ്പം വലിയ വെയിലില്ലാതെ നിങ്ങൾക്ക് ഒരു ട്രെക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. രണ്ട് കാര്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ശരി എന്നാ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു ലാസ്റ്റ് സെക്ഷൻ തോന്നുന്നു. അപ്പോൾ അത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചത്. ഓക്കെ, എത്രയും പൊക്കത്തിലാണ് അങ്ങേ അറ്റത്ത് നടന്നു വന്ന് കയറി വരിക. നമ്മളിപ്പം കയറുന്ന അവസാനത്തെ സ്ട്രെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുക, അവിടെ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നില്ല. നമുക്കത് നോക്കാം. അപ്പം നമ്മളെന്തായാലും ഇപ്പം ടൈം 9:48, ഞാൻ കയറാൻ തുടങ്ങിയിട്ട് 8:35 കറക്റ്റ് 1.5 മണിക്കൂറോളം ആവുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പെതുക്കിയാണ് പോകുന്നത്. ഒറ്റ സ്ട്രെച്ചിന് കയറാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. നമ്മൾ ഫുൾ ടയേർഡാവും. പെതുക്കെ കയറിയാൽ ഇതുപോലത്തെ ഒരു വ്യൂ ആസ്വദിച്ച് നമുക്ക് കയറാം. നമ്മൾ ചോദിച്ചപ്പോൾ കൊഞ്ചമേ ഉള്ളൂ. നമ്മൾ കോവിലിൻ്റെ മണ്ടയ്ക്ക് എത്തി ഏകദേശം. കോവിലിൻ്റെ ഇവിടെ നിന്ന് വേണമെങ്കിൽ പിന്നെ ഒരു ടോപ്പ് കൂടെ കയറാം. നമുക്ക് നോക്കാം, അത് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് വീട് നോക്കാം. കയറാൻ പറ്റുമെങ്കിൽ അതുപോലെ സെറ്റാക്കണം. അമ്മീ, ഇതൊക്കെ നിങ്ങൾ ചുമ്മാ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. കാരണം ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും നല്ല സ്റ്റീപ്പാണ്. ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ 1 ഡേ മതി. ഞാൻ അതിൻ്റെ ഐറ്റിനറി ഫുള്ള് ഞാൻ പറയാം. ഏകദേശം 1 ഡേ, ഇന്ന് രാത്രി പോയാൽ നാളെ രാത്രി, അതേ നാളെ വെളുപ്പിന് എത്തുന്ന രീതിയിൽ. അതും ഒരു ലീവ് ഒന്നും എടുക്കേണ്ടി വരില്ല. ഏതെങ്കിലും വീക്കെൻഡ് ഇറങ്ങിയാലും മതി, അത്ര ക്രൗഡഡും അല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചത്. എന്തായാലും ഇതിൻ്റെ നമ്മളിപ്പോൾ എത്തുമോ നോക്കട്ടെ. അവിടെ കോവിലെത്തിയില്ല. എനിക്ക് നീര് സെക്ഷൻ കഴിയുമ്പോഴാണ് കോവിലെത്തുന്നത്. ഇവിടെ കോവിലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ തരാം. ഇവിടെ കോവിലാണ്. നമ്മൾ കോവിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായില്ല. ഇവിടെ കോവില. ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു കോവിലുണ്ട്. ഇവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് നേരെ മണ്ടയ്ക്കോട്ടാണ് നമുക്ക് പോകാനുള്ളത്.
വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തി. ഇവിടെയാണ് കോവിൽ, നമ്മുടെ ഇവിടുത്തെ വ്യൂ. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്നത്. പക്ഷെ അത് അത്യാവശ്യം ഇതുപോലത്തെ നമ്മൾ വന്ന പോലത്തെ വഴിയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് അന്നേരം പോയി നോക്കാം. നല്ല പാടാണെങ്കിലും നമ്മൾ കയറാൻ ശ്രമിക്കും, അതേ ഉള്ളൂ. അത് വന്ന അതിനാണല്ലോ, അപ്പോൾ നമ്മൾ കയറിയേ പറ്റുള്ളൂ. കാരണം അങ്ങോട്ടുള്ള വഴി ഇവിടെയൊക്കെ ചെറുതായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വഴിയില്ല, വലിഞ്ഞ് കയറണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല ഷോട്ട്സൊക്കെ കിട്ടും. ഓക്കെ, നമ്മൾ പോകുന്ന വഴിയാണിത്. ലൈക്ക് ഇങ്ങോട്ടുണ്ടോ കുറച്ചുകൂടെ ടഫായിട്ടുള്ളൊരു ട്രയലാണ് മറ്റേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കുറച്ചുകൂടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം നേരം. നമുക്ക് കയറിപ്പോയാണ്, കുറച്ചുകൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും പോട്ടെ. നമ്മൾ കയറിപ്പോകുന്ന വഴിയാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റേക്കാളും കുറച്ചുകൂടി ടാസ്ക് പിടിച്ച വഴിയായത്. അപ്പോൾ നിങ്ങൾക്ക് ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാൽ മതി. അവിടെ അത്യാവശ്യം വ്യൂ ഉണ്ട്. കുറച്ച് ടോപ്പ് പൊസിഷനിലോട്ട് പോവാണ്. ഇപ്പം ഓക്കെയാണ്. മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം തെന്നും, നല്ല രീതിയിൽ തെന്നും. അത്യാവശ്യം ട്രക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മളൊന്ന് ഫുള്ളൊന്ന് ബോഡി കുടയാനുള്ള ട്രക്കുണ്ട്. 4 കിലോമീറ്റർ എന്തോ അഭില. അത് അത്യാവശ്യം മോഡറേറ്റ് ട്രക്കാണ്, സ്റ്റീപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണ്ടയ്ക്കോട്ട് പോകുന്ന വഴിയുടെ ഒരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. ലൈക്ക് കണ്ടോ, നമ്മൾ ആ കമ്പിലൊക്കെ ആ ഒരു ചങ്ങലയൊക്കെ പിടിച്ച് വേണമെങ്കിൽ മണ്ടയ്ക്ക് കയറാൻ. അവന് ഇത് അത്ര ഉറപ്പുള്ളത് മാത്രം കയറുക, കാരണം കുറച്ച് അഡ്വഞ്ചറസ് ആണത്. കുറച്ച് അഡ്വഞ്ചറസാണ്. പ്രത്യേകിച്ച് തന്നെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എനിക്ക് കൂടെ 2-3 പേരുണ്ടായിരുന്നു. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിലാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പം വരുമ്പോൾ അത് നോട്ട് ചെയ്യും, ഭയങ്കര സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കൊണ്ടരങ്ങി ഹിൽസിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. വി ആർ അറ്റ് ദ പീക്ക് ഓഫ് കൊണ്ടരങ്ങി ഹിൽസ്. നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി അവസാനത്തെ വെച്ച് കുറച്ച് പാടാന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൊണ്ടരങ്ങി ഹിൽസ് എടുത്തിരിക്കുന്നത്. ഹായ്സ് അമ്മേ, ഇതാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ശരി പോയിട്ട് പോവാം. നമ്മൾ ഇവിടുന്നുള്ള വ്യൂ, ഇതാണ് ഇവിടുന്നുള്ള വ്യൂ. ഇപ്പം ഇതാണ് നമ്മുടെ കൊണ്ടരങ്ങി ഹിൽസിൻ്റെ ടോപ്പ്. പൈസൊക്കെ കണ്ടു.
കാണിച്ച പോലെ ഇതായിരുന്നു നമ്മുടെ കൊണ്ടറങ്ങി ഹിൽസിൻ്റെ പീക്ക്. ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ താഴോട്ടിറങ്ങുകയാണ്. താഴോട്ടിറങ്ങുന്ന വഴി കണ്ട് ഇതുവഴിയാണ്. അവസാനത്തെ സ്ട്രെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒക്കെ എന്നുണ്ടെങ്കിൽ കയറി വന്നാൽ അടിപൊളി പുറത്താണ്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റീപ്പാണ്, കുറച്ചുകൂടെ പേവ്ഡ് അല്ല, അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ വന്നത് അമൃത എക്സ്പ്രസ്സിലാണ്. കേരളത്തിൽ എവിടെ ആണെങ്കിലും ഒറ്റ സിംഗിളായിട്ട് ഒരു വണ്ടിയും മാറി കയറാതെ വരാനാണെങ്കിൽ ഏറ്റവും നല്ല അമൃത എക്സ്പ്രസ് ആണ്. അതിൽ കയറിയ രാത്രി 8:30 തിരുവനന്തപുരത്ത് നിൽക്കുന്ന വണ്ടി ഒടച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് ഏകദേശം രാവിലെ 7-7:30 ആകുമ്പോൾ എത്തും. അവിടുന്ന് എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങി നിന്നാൽ തന്നെ നമുക്ക് കീനൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പേര് കറക്റ്റാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പേര് കറക്റ്റായിട്ട് താഴെ ഇവിടെ എഴുതി കാണിക്കാം. അങ്ങോട്ടുള്ള വണ്ടി കയറി 17 രൂപ ടിക്കറ്റാണ് എനിക്ക് വന്നത്. അവിടെ ഇറങ്ങുക, ഡയറക്റ്റ് ഈ മല കയറും, അത്രേ ഉള്ളൂ. തിരിച്ച് പോകുന്നതും ഒന്നെങ്കിൽ ഇതേ വണ്ടി വൈകുന്നേരം 5:30 ഓടച്ചിത്രത്തു നിന്നുണ്ട്, രാവിലെ 4:30 ആകുമ്പോൾ കഴക്കൂട്ടം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് 4:30 ആകുമ്പോൾ. ഒന്നെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ടൈം ഏകദേശം 10:50 ആയതേ ഉള്ളൂ. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് 12 മണി ആകത്തേ ഉള്ളൂ. മറ്റേ വണ്ടി 5 മണിയായിട്ടേ ഇവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. അപ്പം ബെറ്റർ ആയത് എനിക്ക് തോന്നുന്നത് ഇവിടെ നേരെ ഡിണ്ടിയിൽ പോയാൽ ഡിണ്ടിയിൽ നിന്ന് മധുരയിൽ പോയി മധുരയിൽ നിന്ന് വേണമെങ്കിൽ നേരെ വീട്ടിൽ പോകാം. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതുപോലെ ആയിരിക്കും പോകുന്നത്. ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം വരുന്നത് ഓടച്ചിത്രത്തു നിന്ന് തിരുവനന്തപുരം ഓടച്ചിത്ര ഏകദേശം 170 ആണ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ വൺ സൈഡ് 170, അപ്പോൾ ടു ആൻഡ് ഫ്രോ അതനുസരിച്ച് വരും 240 വരും. പിന്നെ ഈ 17 അതേ ഉള്ളൂ. നമുക്ക് അത്രയും ചിലവ് വരുന്നുണ്ട്. ഏകദേശം 300 രൂപ 150 രൂപയ്ക്കകത്ത് നമുക്ക് പോയിട്ട് വേണേൽ വരാം, അൾട്രാ ബഡ്ജറ്റിൽ. പിന്നെ ഇതിപ്പോൾ ഞാൻ പോയത് സ്ലീപ്പർ ക്ലാസ് അല്ല, ജനറൽ ടിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് വരും. ബട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരണമാണെങ്കിൽ ഈ വിലയ്ക്ക് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂസ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഡ്രോൺ ഷോട്ടൊക്കെ ആഡ് ചെയ്തേക്കാം. അപ്പം ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ.